ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ച് മുൻപ് നടന്നൊരു സംഭവമാണ്. നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട് പുതപ്പും മൂടി പുതച്ചിട്ട് നേരത്തെ അങ്ങ് കിടന്നിട്ടുണ്ട്. അപ്പോൾ കിടക്കണ സമയത്ത് പല തവണയായിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമാണ് മൈക്ക് ധരിക്കണം മൈക്ക് ധരിക്കണം എന്ന്. പക്ഷേ ജാസ്മിൻ അത് പാലിക്കാറേയില്ല. അവർ പല തവണയായി കുറച്ച് ദിവസങ്ങളായിട്ട് മൈക്ക് ധരിക്കാതെ സംസാരിക്കുന്നു. ഇനി അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വല്ലതും ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഗബ്രിക്ക് കൊടുക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ എന്നുള്ള രീതിയിലാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനൊരു ടാക്ടിക്സ് പ്രയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? ഇത്രയും തവണ ബിഗ് ബോസിനെ കൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മൈക്ക് ധരിക്കൂ എന്ന് പറയുന്നത് പോരാഞ്ഞിട്ട് അവസാനമായിട്ട് അത്രയും കർക്കശമായിട്ടുള്ള രൂപത്തിലാണ് അതേ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞതും. ജാസ്മിൻ എത്ര തവണയായി പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. എത്ര തവണയായി പറയുന്നു മൈക്ക് ധരിക്കണമെന്ന്, മൈക്ക് ഊരി വെച്ചിട്ട് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് ബാക്കി കുടുംബാംഗങ്ങളെല്ലാം ഞെട്ടി. കാരണം ബിഗ് ബോസ് അത്രയും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ഇവർ രണ്ടുപേരും കാണിച്ച പരിപാടി. അതായത് ഡ്രസ്സിങ് റൂമിൽ പോയ സമയത്ത് ഇവർ രണ്ടുപേരും മൈക്ക്, അതായത് ഗബ്രി ധരിച്ചിരുന്നു തോന്നുന്നു, പക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കാതെ ഡ്രസ്സിങ് റൂം പോയത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം മൈക്ക് ധരിക്കാതെ പോയത് മാത്രമല്ല, അന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ മൈക്ക് ധരിച്ചാലും ധരിച്ചിട്ടില്ലെങ്കിലും അവിടെ ഇരുന്നിട്ട് സംസാരിക്കണ്ട എന്ന് തന്നെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അത് കണ്ടിട്ട് തന്നെ അത്യാവശ്യം എല്ലാ ബിഗ് ബോസ് അംഗങ്ങളും വലിയ രീതിയിൽ ഓടി വന്നിട്ട് ചോദിച്ചു എന്ത് സംഭവിച്ചു, നിങ്ങൾ എന്താ ചെയ്തത്? കാരണം ഇവർ രണ്ടുപേരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എന്തെങ്കിലും നല്ല കാര്യങ്ങളായിരിക്കത്തില്ല ചെയ്തതെന്നും. ബിഗ് ബോസിന്റെ അത്രയും മോശം രീതിയിലുള്ള വാണിംഗ് കൊടുക്കണമെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകുന്നു എല്ലാവർക്കും അറിയാം, കാണുന്ന ഓഡിയൻസിനും അറിയാം, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ ഋഷിയും ശരണ്യയും കൂടിയിട്ട് ഇത് കണ്ടിട്ട് പുറത്തു നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഋഷി ആകെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണ് ഇവള് കാണിക്കണത്? എത്ര പ്രാവശ്യമായി ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വാണിംഗ് കൊടുക്കുന്നു, ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല, എന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ മൈക്ക് പോലും ധരിക്കാതെ അവിടെ പോയി കിടന്നിട്ട് ഇങ്ങനെ പുതപ്പ് മൂടി കിടക്കണത്? ഇത് ഋഷി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഋഷി മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇതേ സംശയമാണ്, ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അത് ഓൾറെഡി ഇത്രയും വാണിങ്ങും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെ അടുത്തും കിട്ടിയതാണ്. ലാലേട്ടനടക്കം എടുത്തിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അതൊന്നും കൂടാതെ ഇപ്പോഴും ഇവരിങ്ങനെ ഇത് റിപ്പീറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീക്ക് നമ്മുടെ ലാലേട്ടൻ വരുന്ന സമയത്ത് എന്തായാലും ജാസ്മിന് ഇതിൻ്റെ പേരിൽ നല്ല രീതിയിലുള്ള വഴക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും ഉറപ്പാണ് ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.